ഫ്രണ്ട്സ്, നമ്മളിപ്പം അനൂപിൻ്റെ അവിടെ നിന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിപ്പം നോക്ക് ഷ്രൈൻ ചർച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നേ. കാരണം ഞങ്ങൾ നോക്കിൽ വരുമ്പോൾ എപ്പോഴും കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കിലെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോവാം അല്ലേ? ഹായ് പറഞ്ഞോ മോളെ. ഹലോ, ദേ ലച്ചുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പം നമുക്ക് ആദ്യം നോക്ക് ചർച്ചിലേക്ക് പോവാം. ജസ്റ്റ് കുറച്ച് പോസിറ്റിവിറ്റി കിട്ടിയിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനുകളിലേക്ക്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ചർച്ച്. ഞങ്ങൾ നോർമലി ഈ എപ്പോഴും വരുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം ക്വയറ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടുന്നൊരു മൈൻഡ് സെറ്റ് ഭയങ്കര രസമാണ്. പിന്നെ റഷ് ഉണ്ട് ശരിക്ക് വർഷിപ്പിന്റെ സമയത്ത് വരുവാണെങ്കിൽ. മാസിന്റെ ടൈമിൽ അല്ലാതെ നമ്മളുടെ ഓൺ ഒരു ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാല് ഭയങ്കര രസം. അപ്പൊ നമുക്ക് എന്തായാലും കുറെ നടക്കാനും ഒക്കെ ഉണ്ട്. നോക്കിയേ, നമ്മുടെ നാട്ടിലെ പോലത്തെ ബലൂണും പമ്പരും ഒക്കെ വെച്ചേക്കുന്നേ. കുഞ്ഞുസ് കണ്ടേ, ഇനിയിപ്പോ അത് വാങ്ങും. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ടായി. ഇത് 3D പോലത്തെയൊക്കെ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായി. ഇത് വീഡിയോയിൽ എത്രയും കാണുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പൂച്ചയൊക്കെ കറക്റ്റ് റൗണ്ട് പോലെ, എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു നമുക്ക് 3D ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പൂച്ചയുടെ ഇതൊക്കെ കൊള്ളാം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ അടുത്ത് നോക്കിൻ്റെ സൈഡിലുള്ള ഷോപ്പാണ്. എന്തുവടി എന്തൊക്കെ പരിപാടിയാണ്, എന്തൊക്കെ ഐഡിയ ആണ്. സൈക്കിൾ ഓടിക്കുന്ന പോലെ ഉണ്ട്. ഇത് ഞങ്ങൾ വേറൊരു കാർ പാർക്കിലാണ് നമ്മൾ വണ്ടി ഇട്ടേത്. അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ നോക്കിലേക്ക് പോകാൻ. സാധാരണ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് നോക്കിൻ്റെ ബാക്കിലുള്ള വലിയ കാർ പാർക്കിലിടുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതാണ് നമ്മുടെ പഴയ നോക്ക് പള്ളി ആ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങുമ്പം കാണുന്ന സ്ട്രീറ്റാണ് ഇത് കേട്ടോ. ഇവിടെ നമ്മൾ സാധാരണ അങ്ങനെ ഇറങ്ങാറില്ല അല്ലേ ലച്ചു? ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്. നമുക്ക് ശരിക്കൊരു പരുമലപ്പള്ളി ആ ഭാഗത്തൊക്കെ പോകുമ്പം കിട്ടുന്ന ആ ഒരു ഷോപ്പിൻ്റെ സ്ട്രീറ്റിൻ്റെ ഒരു ഷോപ്പുകളെയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അല്ലേ ലച്ചു? എന്ത് പരുമലപ്പള്ളിയാണോ? ഏതാണ്? അത് തന്നെ. മാന്നാറ് നമ്മൾ പോകുമ്പം അവിടെ ഇതുപോലെ റോഡ് സൈഡിൽ കുറേ ഷോപ്പുകളുണ്ട്. എനിക്ക് ആ ഒരു ഫീല്. ചന്ദനപ്പള്ളി പെരുന്നാളും ഇവിടെ എല്ലാം നോക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സുവനേഴ്സും ബുക്കുകളും പിന്നെ പിക്ചേഴ്സുകളും പിക്ചർ ഫ്രെയിമുകളും അങ്ങനെയൊക്കെ വിൽക്കുന്ന പല പല ഷോപ്പുകളാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കോഫി കുടിക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് വൈബ് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഇട്ടു. ഓക്കെ. വേണ്ട, അതല്ല, ഇത് ഇപ്പോൾ നമ്മൾ കുഞ്ഞുസിന് ഇഷ്ടം പോലെ ടെഡീസ് ഇപ്പോൾ ഉണ്ടായി. ഇപ്പം ഇത് വാങ്ങിയാൽ വീണ്ടും ഇഷ്ടം പോലെ, എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വാങ്ങിയിട്ട് കാര്യമില്ല സത്യം പറഞ്ഞു. ബാ മുത്തേ, ബാ ചർച്ചിലേക്ക് പോവാം നമുക്ക്. കുഞ്ഞുസിന് ജെല്ലി വേണമെന്നും പറഞ്ഞ് കിടന്ന് കരച്ചിലാണേ. കുഞ്ഞു, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ജെല്ലി വാങ്ങാം. വേണം? വാങ്ങിത്തരാം. ഇത് നോക്കി കൊള്ളാമല്ലോ, നല്ലതാണല്ലോ, കൊള്ളാം.
ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളി എന്ന് പറയുന്നത് കേട്ടോ. മയോയിൽ നോക്ഷ്റിൻ അങ്ങനെയാണെന്ന് തോന്നുന്നു കറക്റ്റ് എക്സാക്റ്റ്. നോക്ഷ്റൈൻ അകത്ത് ഇത് നടക്കും, പ്രാർത്ഥന നടക്കുവാണ്. അവിടെ അല്ലടാ ഈ വണ്ടി. ഇനിയിപ്പോൾ അപ്പുറത്തോടെ ഒരു ചർച്ച ഉണ്ടേ, നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ഞങ്ങളുടെ മെയിൻ എന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും 6 മാസം കൂടുമ്പോൾ ഇവിടെ വരും. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ വീടെടുത്ത സമയത്താണെങ്കിലും അത് വീടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ഞങ്ങളുടെ ഇവൻറ്റ് നടക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ഭയങ്കര ക്വയറ്റാണ്, ഭയങ്കര അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇതിന് ഒരുപാട് സ്റ്റോറീസൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളി, പിന്നെ തീർത്ഥാടനം, ഓരോരുത്തർ തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് മാസ് കൂടലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ഞാനിതിൻ്റെ വീഡിയോ ഇവിടെ ഓൾറെഡി ഇട്ടതാണ് ഈ ചർച്ചിൻ്റെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ കയറി വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. മയോയിൽ ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോകാറില്ല. അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ബ്രോയുടെ പേരെന്നാ? വീഡിയോ കാണുമോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇവിടെ എന്തോ പഠിക്കുവാണോ? എന്തോ ഏട്ടാ? ഓക്കെ. ആ, പേരൻസ് അല്ലേ ഇവിടെ? അപ്പം ഓക്കെ. കണ്ടതിൽ സന്തോഷം. അപ്പം താങ്ക് യു. സംസാരിച്ച് താങ്ക് യു. മോന്റെ മദറാ അല്ലേ? അമ്മയാ? പേരെന്ന് പറഞ്ഞ പേര്? ലീന. ഓക്കെ. സംസാരിച്ചതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. കൊറേ പേരുണ്ടല്ലോ. ആ, ഒരു ഹായ് പറഞ്ഞു. പേരെന്നാ ബ്രോയുടെ? സിദിൽ. ഓക്കെ. അഞ്ജു. അമ്മയുടെ? ആനി. നാട്ടിൽ നിന്ന് വന്നേ? ഇപ്പൊ വന്നേ? ഓക്കെ. ആ ഓക്കെ. പപ്പ? ജോൺ. ആ ഓക്കെ. എല്ലാരും സംസാരിച്ചതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നീ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. അപ്പം ബൈ. താങ്ക് യു വെരി മച്ച്. ആ പിക്ചറൊക്കെ നല്ല രസമാണ്. ഭയങ്കര വലിപ്പമാണ് ഇത്. നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം കോയിൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ്. ഇഷ്ടമുള്ള പോലെ ഇടാം. ലൈക്ക് €1, 50 cents ഇഷ്ടമുള്ള പോലെ ഇടാം. നോട്ട്സ് ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെയാണ്. അപ്പൊ ഇതിനകത്ത് ഇഷ്ടം പോലെ കോയിൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വിത്തിൻ നൈറ്റ്സ് മൊത്തം പോകും. ഇതിപ്പോ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് പറക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു €50 എങ്ങനെയായാലും കിട്ടും. അതാരും ചോദിക്കത്തുമില്ല എന്തിനാ എടുത്തതെന്ന്. പക്ഷേ ഇത് വളരെ ഒരു വിശ്വാസം. ആരും എടുക്കത്തില്ല. പിന്നെ പള്ളിക്കാരെടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. കുറെ നിറഞ്ഞു കഴിയുമ്പോൾ എടുക്കും എന്തായാലും. കാരണം ഡൊണേഷൻ അല്ലേ. കോയിൻ എടുക്കല്ലേ? നമ്മൾ കോയിൻ ഇടുവോ അതിനകത്ത്?